ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മുന്തിരി ജ്യൂസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുറച്ച് മുന്തിരി കൊണ്ട് തന്നെ ഒരുപാട് ജ്യൂസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മധുരവും പുളിയുള്ള മുന്തിരിയാണ്. സാധാരണ ജ്യൂസ് അടിക്കുന്ന മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുന്തിരി ഞാൻ കുറച്ച് വെള്ളത്തിൽ, ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ഒരു 5-6 പ്രാവശ്യം കേക്ക് എടുത്തിട്ടുള്ളതാണ്. ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മുന്തിരി ഒന്ന് മൂടി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം താത്തി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ നോക്കാം, നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഹൈയിലിടരുത്, മീഡിയം ഫ്ലെയിമിൽ ഒരല്പം താത്തി വയ്ക്കുക. അപ്പോൾ നോക്കാം, മുന്തിരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുന്തിരി വെന്തെന്ന് അറിയുന്നത് അതിൻ്റെ തോലൊക്കെ വേറുവിട്ട് അതിൻ്റെ ആ ഉള്ളിലെ പൾപ്പും വേറുവിട്ട് നിൽക്കുന്നുണ്ടാവും. നല്ല ബോൾ പോലെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് വെന്തെന്ന് നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, നല്ല രീതിയിൽ കാണുമ്പോൾ തന്നെ അറിയാം വെന്ത് വന്നിട്ടുള്ളത്. അപ്പം ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. മധുരം ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം മധുരം നല്ലോണം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നപ്പോൾ ഞാൻ ഇതൊന്ന് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒന്നില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ട് അതിൻ്റെ അടിഭാഗം കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്താലും മതിയാകും. മിക്സിയിലിട്ട് അടിച്ചാൽ അതിൻ്റെ തോല് അരിഞ്ഞു കഴിഞ്ഞാൽ, വെന്തതായതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കവർപ്പുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ച് നന്നാവുക. അപ്പോൾ മിക്സിയിൽ അടിച്ചിരിക്കുമ്പോൾ എന്തായാലും അതിൻ്റെ കുരുവൊക്കെ ഒന്ന് ചെറുതായിട്ട് അടിയും. ഇതാകുമ്പോൾ അങ്ങനെയൊന്നും അടിയില്ല. നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ചാറ് മുഴുവനും ഇതേപോലെ ഒരു ബൗളിലേക്ക് അരിച്ചെടുക്കാം. ഇത് നമുക്ക് 1.5 മുതൽ 2 ആഴ്ച വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് ചേർത്തിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ജ്യൂസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നാണ്. ഇതിലേക്ക് ഞാൻ മൊത്തം 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇതിലേക്ക് ഏകദേശം ഒരു 3 കപ്പ് വെള്ളം വരെ നമുക്ക് ചേർത്തിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർക്കുന്നതാണ് കുറച്ചുകൂടി നന്നാവുക. പിന്നെ ആവശ്യത്തിനുള്ള ഐസ് ക്യൂബൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുടിക്കുന്ന സമയത്ത് ഇനി തണുത്ത വെള്ളമാണ്, തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് എടുക്കുന്ന വെള്ളമാണ്, അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഒരു ചെറിയൊരു കുറുകല ഉണ്ട്. അപ്പം അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ നല്ലോണം. പിന്നെ ഇപ്പോൾ 1.5 കപ്പേ ചേർത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ബ്യൂട്ടി സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്യൂട്ടി സാധനങ്ങളാണ്. സെറം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാൻ 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തണുപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അത്യാവശ്യം ഒരു കുറുകലുണ്ട്. അപ്പോൾ ഇത്രയും കുറുകലൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ അവിടെ റെഡിയായി കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നമുക്കിത് ആമസോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാങ്ങിയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ് കാണാം. അപ്പോൾ ഒന്ന് ഞാൻ ഇതേപോലെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതേപോലെ ഒരു ജ്വല്ലറിയാണ് വാങ്ങിയത്. പക്ഷേ ഒന്നിനും കൊള്ളൂല. ആ ഫോട്ടോയിൽ കണ്ട യാതൊന്നും അല്ല ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയത്. 198 ഒരിക്കലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ മോശമായ ഒരു ജ്വല്ലറി പോയി. ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്യാവശ്യം നല്ലതായിരുന്നു. ആ ബ്ലാക്ക് കളറൊന്നും ഇതിന് വന്നിട്ടില്ല. ഒരുപാട് തീരെ പറ്റിയിട്ടില്ല. അത്രയും ഒരു മോശമായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ അത്യാവശ്യം നല്ലതായിരുന്നു, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. പക്ഷെ ഇപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ തീരെ പറ്റില്ല കേട്ടോ. അതിന് യാതൊരു കളറും ഇല്ലാത്ത തീരെ പറ്റാത്ത ഒന്നാണ്. പക്ഷെ പുറത്തൊക്കെ എടുത്ത് കാണിക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. എന്നാലും നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ജ്വല്ലറി വാങ്ങുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മളിത് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഫേസ് സിറമാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് വാങ്ങുന്നത്. 351 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നല്ലതാണ്. രാത്രി കിടക്കുമ്പോഴും രാവിലെയും നമുക്കിത് ഉപയോഗിക്കാം. ആകെ ഒരു ഡ്രോപ്പ് എടുത്താൽ മതിയാകും.
ഇതിൻ്റെ ഇത് നെക്കി ഇങ്ങനെ എടുക്കാൻ നല്ലൊരു ബലമാണ്, അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് അമർത്തി നെക്കിയാൽ മതി. ഇപ്പോൾ ഇതാ നല്ലതാണെന്ന് വെച്ചാൽ അത്രക്കും നല്ലതാണ്, വൈറ്റമിൻ അടങ്ങിയതാണ്, അടിപൊളിയാണ്. നല്ല കുരുവൊക്കെ പോകാനും സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനും സ്കിന്നിന് നല്ല ഒരു ഹെൽത്തി ഇത് കിട്ടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ ഇത് ഫേസ് സിറം. അതിനു മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വോവിൻ്റെ ഫേസ് സിറം, അപ്പോൾ അതിന് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ മുടിയിലൊക്കെ തേക്കാൻ പറ്റിയ ഹെയർ സിറമാണ് വാങ്ങിയിട്ടുള്ളത്. ഇതും നല്ലതാണ്, കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തലയിൽ തേക്കാവുന്നതാണ്. അതിൻ്റെ റേറ്റ് 196 വരുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ. എനിക്ക് ഈ രണ്ടും ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഫേസ് സിറം അത്രക്കും നല്ലതാണ് കേട്ടോ. അത്രയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നല്ല കുരുവിനൊക്കെ നല്ല ആശ്വാസമുണ്ട്. വലിയ വലിയ കുരുവൊക്കെ മുഖത്തുണ്ടായിരുന്നൊക്കെ നല്ലോണം അമർന്നു പോയിട്ടുണ്ട് ഇത്. അപ്പോൾ ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അടയാളങ്ങളുള്ളവർക്കും അടയാളങ്ങളൊക്കെ പോകാൻ ആ ഫേസ് സിറം നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതേപോലെ മസ്കാരയാണ് കേട്ടോ. ഈ മസ്കാരയും നല്ലതാണ്. ഇത് നമ്മൾ പിറ്റേന്ന് നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം പിറ്റേന്നാണെങ്കിലും മുഖം കഴുകി കഴിഞ്ഞാൽ നമുക്കിത് അതിൻ്റെ ആ കളറൊന്നും പോകുന്നില്ല. മറ്റേത് നമ്മളിങ്ങനെ ഒന്ന് വിയർത്താൽ തന്നെ ഒലിച്ചു പോകും, പക്ഷേ ഇതങ്ങനെയൊന്നും പോകുന്നില്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ കയ്യിലിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അത്രക്ക് നമുക്ക് കളർ തോന്നുന്നില്ല, പക്ഷെ നമ്മുടെ കൺപീലിയിലിടുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാതും ഇഷ്ടമാകുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.